നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലിപ്പറമ്പ് കാമ്പ്രം പള്ളിക്കുന്നിൽ വാഹനാപകടം. എതിരെ വന്ന ബൈക്കുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വെള്ളിനഴി സ്വദേശി പ്രകാശനാണ് മരിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന 2 സ്ത്രീകൾക്ക് പരിക്ക്. കൊപ്പം കരിങ്ങിനാട് നിയന്ത്രണം വിട്ട കാർ ബസ്സിന് പിറകിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിന്റെ സ്ഥാനാർത്ഥിത്വം. ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം OK ശ്രീധരൻ. സേവ് CPI ജില്ലയിൽ അടഞ്ഞ അധ്യായം. ചെറുപ്പശ്ശേരിയിൽ മകരച്ചൊവ്വ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സംഘർഷം. യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പന്നിയംകുറിശി സ്വദേശികളാണ് അറസ്റ്റിലായത്. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലത്ത് പുലിയെ കണ്ടെന്ന അഭ്യൂഹം. വനംവകുപ്പും പോലീസും സ്ഥലത്ത് തിരച്ചിൽ നടത്തി. കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കത്തക്ക യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് വനംവകുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ LDF. നേതാക്കളുടെ ഭവന സന്ദർശനം തുടരുന്നു. CPIയും CPMും വെവ്വേറെയാണ് ഭവന സന്ദർശനം നടത്തുന്നത്. വിമർശനങ്ങളെ അനുഭാവത്തോടെ കേട്ട നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. ആലിപ്പറമ്പ് കാമ്പ്രം പള്ളിക്കുന്നിൽ എതിരെ വന്ന ബൈക്കുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണമായ അന്ത്യം. വെള്ളിനഴി സ്വദേശി മണ്ണിൻകാട്ടിൽ പ്രകാശനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. യാത്രക്കാരായ 2 സ്ത്രീകൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മലബാർ ന്യൂസിന് ലഭിച്ചു. കാമ്പ്രം പള്ളിക്കുന്ന് പൂവത്താണി റോഡിൽ വ്യാഴാഴ്ച രാവിലെ 8:30-ക്കാണ് അപകടമുണ്ടായത്. ചെത്തല്ലൂരിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് യാത്രക്കാരുമായി മടങ്ങി വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ വെള്ളിനേഴി സ്വദേശി മണ്ണിൻകാട്ടിൽ പ്രകാശനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കരിങ്കല്ലത്താണി ഭാഗത്ത് നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെ എതിർദിശയിൽ വന്ന ബസ്സിനെ മറികടന്ന് ബൈക്കുകാരൻ പാഞ്ഞു വരികയായിരുന്നു. ബൈക്കുകാരനെ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ഓട്ടോ വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രകാശനെ ഉടൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോയിൽ ഡ്രൈവറെ കൂടാതെ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾക്ക് നിസാര പരിക്കുകളുണ്ട്. ജിജിയാണ് മരിച്ച പ്രകാശന്റെ ഭാര്യ. ജ്യോതിഷ്, പ്രബുൽ എന്നിവർ മക്കളാണ്. വെള്ളിനേഴി സെന്ററിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു പ്രകാശൻ. അപകടത്തിന് കാരണക്കാരനായ ബൈക്ക് യാത്രികനെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് നിയന്ത്രണം വിട്ട കാർ ബസ്സിന് പിറകിലിടിച്ച് അപകടം. കാറിലുണ്ടായിരുന്ന പട്ടാമ്പി കരിമ്പുള്ളി സ്വദേശികളെ ഭർത്താവിനും ഭാര്യയ്ക്കും പരിക്ക് പറ്റി. പരിക്ക് ഗുരുതരമല്ല. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് കരിങ്ങനാട് കോളേജ് സ്റ്റോപ്പിന് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയതായിരുന്നു. യാത്രക്കാർ കയറുന്നതിനിടെ പിറകിൽ നിന്നും കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് യാത്രക്കാരൻ റോഡിലേക്ക് വീണുവെങ്കിലും കാര്യമായ പരിക്ക് പറ്റിയില്ല. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിന്റെ സ്ഥാനാർത്ഥിത്വം. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം OK ശ്രീധരൻ. സേവ് CPI അടഞ്ഞ അധ്യായമാണ്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടില്ലെന്നും OK ശ്രീധരൻ പറഞ്ഞു. നമസ്കാരം. പട്ടാമ്പി മണ്ഡലത്തിലെ CPIയുടെ സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ വലിയ ചർച്ചകളും അതിൻ്റെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA 3ാമതും മത്സരിക്കുമെന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ഒക്കെ ആയ OK സൈതലവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അത് സംബന്ധിച്ച് പട്ടാമ്പി സീറ്റ് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ധാരണ ആയിട്ടുണ്ടോ? അവിടെ 3ാമതും നിലവിലെ MLA ആയ മൂസിൻ തന്നെ മത്സരിക്കുമെന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം ചർച്ചകൾ വളരെ സജീവമാണ്. എന്താണ് അതിനെപ്പറ്റി പാർട്ടി എന്തെങ്കിലും തീരുമാനം ആയിട്ടുണ്ടോ? അങ്ങനെ ചില വാർത്തകളൊക്കെ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി എന്നല്ല കേരളത്തിലെ ഒരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ടില്ല. 25 നിയോജക മണ്ഡലങ്ങളിലാണ്
LDFിൻ്റെ ഭാഗമായി CPI മത്സരിക്കുന്നത്. ആ ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലുകളിലൊക്കെ പലവിധ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളുമായി ബന്ധപ്പെട്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരഭിപ്രായം ഇപ്പോൾ പറയാനില്ല. പാർട്ടി അത്തരം കാര്യങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. എന്താണ് സാധ്യത? നമുക്ക് ഒരു സാധ്യത പറയാൻ കഴിയാതെ CPI സംബന്ധിച്ചിട്ട് ഇപ്പോൾ LDF സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടുള്ളത് വിജയ സാധ്യത നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നത് സംഭവിച്ചിട്ട് തന്നെയാണ് ഒരു തീരുമാനം. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ ആവില്ലേ പാർട്ടി പോവുക? സാധ്യത പട്ടാമ്പി മാത്രമല്ല, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്, വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. CPI മത്സരിക്കുന്ന 25 മണ്ഡലങ്ങളിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂസിൻ MLAക്ക് ഒരു ചാൻസ് കൂടി സാധ്യത ഉണ്ടോ? നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. പാർട്ടി അത്തരം കാര്യങ്ങളിൽ കടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. മണ്ണാർക്കാടാണ് മറ്റൊരു മണ്ഡലം CPI മത്സരിക്കുന്നത്. മണ്ണാർക്കാട്ടെ സ്ഥിതിയും സേവ് CPI ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് വളരെ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ രണ്ട് സ്ഥലങ്ങളും. അപ്പോൾ മണ്ണാർക്കാട്ടത്തെ ഒരു വിജയസാധ്യത എത്രത്തോളമായിട്ട് കാണുന്നത്? സേവ് CPI എന്ന് പറയുന്ന ആ സംവിധാനം അതൊരു അടഞ്ഞ അധ്യായമാണ്. അത്തരമൊരു പ്രസ്ഥാനമോ പാർട്ടിയോ ഇന്ന് കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ക്ലച്ച് പിടിക്കില്ല എന്നുള്ളത് ജനങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ. മണ്ണാർക്കാട് നമുക്ക് സ്വാഭാവികമായി വിജയിച്ച് വരേണ്ട ഒരു മണ്ഡലമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. സ്വാഭാവികമായി 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പാർട്ടിയും പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. അവിടെ ചില പേരുകൾ പറഞ്ഞേക്കുന്നുണ്ട്. പേരുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മണ്ഡലത്തിലും അത്തരം കാര്യങ്ങളിൽ കടന്നിട്ടില്ല. സ്വാഭാവികമായി പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിലെ സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥിയും നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് സംസ്ഥാന കൗൺസിൽ അംഗമായ OK സേതുലവി പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച് വന്ന വാർത്തകൾ അദ്ദേഹം തള്ളുകയാണ്. ചെറുപ്പശ്ശേരിയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പന്നിയംകുറിശി സ്വദേശികളാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. പന്നിയംകുറിശി സ്വദേശികളായ നായാടിക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള അരുൺകുമാർ, പെരുമ്പാല വീട്ടിൽ 31 വയസ്സുള്ള മുഹമ്മദ് മൻസൂർ, വടക്കേക്കര വീട്ടിൽ 19 വയസ്സുള്ള മുഹമ്മദ് ഷാമിൽ എന്നിവരാണ് പിടിയിലായത്. തൃക്കടിരി കുറ്റിക്കോട് സ്വദേശിയായ ബാലഗോപാലിനാണ് പരിക്കേറ്റത്. പുത്തനാൽക്കൽ ക്ഷേത്രത്തിലെ ആഘോഷം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ബാലഗോപാലിനും സുഹൃത്ത് റഫീഖും. റഫീഖിന്റെ കൂട്ടുകാരന്റെ മകനെ പ്രതികൾ മർദ്ദിക്കുന്നത് കണ്ട് ഇത് തടയാനും പിരിച്ചുവിടാനുമായി ചെന്ന ബാലഗോപാലന്റെ നേരെ 1-ാം പ്രതി അരുൺകുമാർ കത്തിയെടുത്ത് വീശുകയായിരുന്നു. ബാലഗോപാലൻ ഒഴിഞ്ഞുമാറിയതിനാൽ തലയുടെ വശത്താണ് മുറിവേറ്റത്. ആക്രമണത്തിൽ നിലത്തു വീണ ബാലഗോപാലന്റെ മുകളിലത്തെ പല്ല് പൊട്ടുകയും ചെയ്തു. തുടർന്ന് 2-ാം പ്രതി മുഹമ്മദ് ഷാമിൽ കമ്പിവടി കൊണ്ട് അടിക്കുകയും 3-ാം പ്രതി മുഹമ്മദ് മൻസൂർ ബാലഗോപാലിനെയും സുഹൃത്തിനെയും കൈകൊണ്ട് മർദ്ദിക്കുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു എന്നാണ് കേസ്. പരിക്കേറ്റ ബാലഗോപാലൻ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതികളെ ചെറുപ്പശ്ശേരി പോലീസ് പിടികൂടുകയായിരുന്നു. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലത്ത് 2-ാം അംഗൻവാടിക്ക് സമീപം പുലിയെ കണ്ടു എന്ന നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കത്തക്ക വിധമുള്ള യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ ഏകദേശം 10:15ഓടെയാണ് പുലിയോട് സാദൃശ്യം തോന്നിക്കുന്ന ജീവി ചന്തപ്പുരയിൽ നിന്നും വലമ്പിലിമംഗലം പോകുന്ന വഴിയിലൂടെ 10 മീറ്റർ അകലെയായി നടന്നു പോകുന്നതായി കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കാര്യം വാർഡ് മെമ്പർ മണികണ്ഠൻ പാലാങ്കുഴിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പറും പൊതുപ്രവർത്തകൻ ശബരി പുനത്തിൽ എന്നിവരും ചേർന്ന് സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു. ക്ഷീണിച്ച രൂപത്തിലുള്ള പുലിയെപ്പോലെയുള്ള ജീവിയെ തന്നെയാണ് കണ്ടതെന്നാണ് ദൃക്സാക്ഷിയായ നാട്ടുകാരൻ മണികണ്ഠൻ പറയുന്നത്. ഞാൻ ചന്തപ്പുരയിൽ നിന്ന് വലമ്പേണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ നേരെ മുന്നിൽ 10 മീറ്റർ അപ്പുറത്ത് എന്തോന്ന് ക്രോസ് പോലെ പെട്ടെന്ന് തോന്നി. നല്ല ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പൂച്ചെന്ന് വിചാരിച്ചാൽ ആദ്യം. പക്ഷെ ഒന്നുകൂടി ഹൈറ്റ് ഉണ്ട്, കളർ വ്യത്യാസമുണ്ട്, മഞ്ഞ കളറുണ്ട്, വാല് കുറച്ച് നീളധികം ഉണ്ട്, നടത്തം ഒന്ന് വിട്ടിട്ടാണ്. അപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നി. ഞാൻ അർജൻറ്റായിട്ട് പോയത് കാരണം അത്ര ശ്രദ്ധിച്ചില്ല. ഗ്രൂപ്പുകൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സൈറ്റിൽ വർക്കേഴ്സ് അവിടെ ഉണ്ട്, ഇതിൻ്റെ തൊട്ടാണ്. അപ്പോൾ ഞാൻ എന്തൊരു സംഭവിക്കുക വെച്ചാൽ വേഗം വിളിച്ച് ചോദിച്ചാൽ എന്താണെന്ന് അറിയാൻ ചോദിച്ചപ്പോൾ അതേ സ്ഥലത്താണ് പറഞ്ഞു. അപ്പോൾ അവരോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ വിളിച്ചത്. ഒരു കല്യാണം വിട്ട് തിരക്കിലായിരുന്നു, അതാണ് അപ്പോൾ പെട്ടെന്ന് പറയാറ്. തിരുവാഴിയോട് ഫോറസ്റ്റ് സെക്ഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രഭാത് KK
വി വിനീത എന്നിവരടങ്ങുന്ന സംഘവും ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ASI സജീവ്, ASI പ്രമോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI മുഹമ്മദ് റഫീഖ്, CPO സുധീഷ് എന്നിവരുമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. എന്നാൽ കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കത്തക്ക വിധമുള്ള യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു. കണ്ടത് പുലിയാണെന്ന് ഉറപ്പില്ലെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വാർഡ് മെമ്പർ മണികണ്ഠൻ പാലാക്കുഴി പറഞ്ഞു. രാവിലെ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഏട്ടൻ്റെ കുട്ടി വന്നിട്ട് ഇങ്ങനെ പുലിയെ പോലെ എന്തോ ഒരു സാധനം നമ്മുടെ വീടിൻ്റെ പിന്നെ കൂടെ നടന്നു പോകാണ്ട് പറഞ്ഞത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ എടുത്തിയമ്മ ഉണ്ടായിരുന്നു. എടുത്തിയമ്മ ഈ സാധനം കണ്ടു. അപ്പോൾ ഞാൻ അവരോട് വിശദമായി ചോദിച്ചപ്പോൾ അവരെന്താ വെച്ചാൽ കുറച്ച് പൂച്ചയല്ല, എന്നാൽ നായയുടെ അത്ര ഏകദേശം വലിപ്പമുള്ള ഒരു ചുവന്നുകളുള്ള സാധനം, ഒരു നരച്ചിട്ടുള്ളൊരു സാധനം, ഒരു മഞ്ഞയും തവിട്ടൊക്കെ പാടുന്ന പുള്ളിയൊക്കെ ഉള്ളൊരു സാധനമാണ് നടന്നു പോയത് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സൗണ്ട് കേട്ടപ്പോൾ ഇവർ ഈ സാധനം തിരിഞ്ഞു നോക്കിയിട്ട് ഇവർ മൊബൈൽ എടുക്കാൻ കുട്ടി ഓടിയപ്പോഴേക്ക് സാധനം അവിടെ നിന്ന് പാസ് ചെയ്തിട്ട് നേരത്തെ മണികണ്ഠൻ പറഞ്ഞ ആ സ്പോട്ടിലേക്കാണ് അത് പോയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിൽ കണ്ടിട്ട് മണികണ്ഠൻ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞത് എവിടുന്ന നീ കണ്ടു വെച്ചപ്പോൾ ഈ വന്ന വഴിക്ക് തന്നെയാണ് ആ റൂട്ട് കണ്ടിട്ടുള്ളത്. വെച്ചാൽ അവർ കണ്ടത് ഏകദേശം ഒരു 10 മണി 10:15 ഉള്ളിലാണ്. മണികണ്ഠൻ കണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 10:30 ടു 11 ഉള്ളിലാണ് മണികണ്ഠൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടത് എന്താ വെച്ചാൽ ഈ അംഗനവാടിയുടെ തൊട്ട പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഗ്രൂപ്പിലിട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാർ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങളൊന്ന് ഒരു പരിശോധന നടത്തി. ഇവിടുത്തെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഒരു കാൽപ്പാടോ മറ്റോ കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ഈ വേനൽക്കാലമായത് കാരണം അങ്ങനെ ഒരു ചതുപ്പ് നിലങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ കാണുകയാണെങ്കിൽ അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വലിയൊരു ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പുലി കണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വയറൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ശോഷിച്ചിട്ടുള്ള സാധനമാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടുകാരൊന്ന് ജാഗ്രതയായിരിക്കുക. ഫോറസ്റ്റുകാരോടും അത് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ നിർത്താതെ അപകടം ക്ഷണിച്ചു വരുന്ന രീതിയിൽ ബസ് നിർത്തുന്നതിനെതിരെ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ബസ്സുകൾ തടഞ്ഞു നിർത്തി പ്രശ്നം പറഞ്ഞു മനസ്സിലാക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബസ്സുകൾ നിർത്തിച്ചു. പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിലോടുന്ന ബസ്സുകൾ കടമ്പഴിപ്പുറം ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിർത്താതെ വേട്ടേക്കര റോഡിന് അരികെ നിർത്തുന്നത് മൂലം വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കടമ്പഴിപ്പുറം 18-ാം മൈൽ വേട്ടേക്കര റോഡിന് സമീപമാണ് സ്ഥിരമായി ബസ്സുകൾ നിർത്തുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ്സുകൾ നിർത്തുന്നില്ല. ഇതുമൂലം വേട്ടേക്കര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാലക്കാട് നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാതെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം ബസ്സുകൾ സീബ്ര ക്രോസിന് മുകളിലേക്ക് നിർത്തിയിട്ട് ആളുകളെ കയറ്റുമ്പോൾ റോഡ് മുറിച്ചു കടക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബസ്സുകൾ തടഞ്ഞു നിർത്തി ജനാധിപത്യപരമായി കാര്യങ്ങൾ വ്യക്തമാക്കിയതെന്നും ഇനിയും പഴയപടി തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ലോക്കൽ സെക്രട്ടറി K. ശ്രീവത്സൻ പറഞ്ഞു. കടമ്പഴിപ്പുറം 18-ാം മൈലിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് നിർത്തുന്നില്ല എന്നുള്ള വലിയ പ്രയാസം കുറച്ച് മാസങ്ങളായി നിലനിൽക്കുകയാണ്. മുണ്ടൂർ തൂത റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിട്ടും ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ ഏകദേശം വേട്ടേക്കര റൂട്ടിനോട് ചേർന്നിട്ടാണ് നിർത്തുന്ന സ്ഥിതി ഉണ്ടാവുന്നത്. 2 തരത്തിലുള്ള അപകടങ്ങളാണ് അതുമൂലം സംഭവിക്കാനിടയുള്ളത്. ഒന്ന്, വേട്ടേക്കര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മറ്റ് പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കൃത്യമായി കാണാൻ കഴിയാതെ റോട്ടിലേക്ക് കയറുമ്പോൾ വലിയ അപകടം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ബസ്സുകൾ നിർത്തുന്നത് പൂർണ്ണമായും യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ സീബ്ര ലൈനിലേക്ക് കയറ്റി നിർത്തുമ്പോൾ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സാമാന്യമായ അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത്തരം അടിസ്ഥാനത്തിലാണ് CPIMന്റെ കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഇതുപോലെ ബസ്സുകൾ തടഞ്ഞ് അവരുടെ കാര്യങ്ങൾ വളരെ ജനാധിപത്യപരമായി പറയുന്ന സ്ഥിതിയുണ്ടായി. ഇതിനിടയിൽ വന്ന KSRTC ഡ്രൈവറോട് പ്രവർത്തകർ ബസ് സ്റ്റോപ്പിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടി പ്രവർത്തകരുമായി വാക്കേറ്റവുമുണ്ടായി. നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ബസ് വെയിറ്റിംഗ് ഷെഡ് നോക്കുകുത്തിയാവുന്നതിൽ പ്രയാസമുണ്ടെന്നും ബസ് വെയിറ്റിംഗ് ഷെഡ് ഉപയോഗപ്രദമാക്കണമെന്ന് ബസ് അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിലെ പ്രധാന ഒരു ബസ് വേ ആയ കടമ്പഴിപ്പുറം 18-ലെ റോഡ് പണിയുടെ
ഭാഗമായി നല്ല രീതിയിലുള്ള ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചാലും ബസ്സുകൾ റോഡ് നിയമം പാലിക്കാതെ കടമ്പഴിപ്പുറം 18 മൈൽ വേട്ടക്കര ജംഗ്ഷനിൽ കൊണ്ടേ നിർത്തുന്നൊരു പരാതി വ്യാപകമായി ഗ്രാമപഞ്ചായത്തിനും അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ച റോഡിൻ്റെ കടമ്പഴിപ്പുറം മേഖലയിലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ള പണി പൂർത്തീകരിച്ച് വളരെ കൃത്യമായ ട്രാഫിക് സിസ്റ്റം പാലിച്ചുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടേക്കും അതേപോലെ തന്നെ ചെർപ്പുളശ്ശേരി ഭാഗത്തേക്കും ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത്. പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നത് വളരെ കൃത്യമായി ഉപയോഗിക്കപ്പെടുകയും ചെർപ്പുളശ്ശേരി ഭാഗത്തേക്ക് പോകുന്നത് നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഈ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉപയോഗിക്കാതെ വാഹന അപകടങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന, അതല്ലെങ്കിൽ ഏത് നിമിഷവും വലിയ അപകടങ്ങൾ സംഭവിക്കാവുന്ന രീതിയിലുള്ള ബസിന്റെ പാർക്കിംഗ് ഇനിമേലാൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗീകരിക്കില്ല എന്നത് ബന്ധപ്പെട്ട ബസ് ഓണേഴ്സിനും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ യാത്രക്കാരോടും ഭരണസമിതി ആവശ്യപ്പെടുകയാണ്. പി സുബ്രഹ്മണ്യൻ, പി സുരേഷ്, പി ഷാജി, ബഷീർ, അനൂപ്, റിയാസ്, സുനിൽ, സൂരജ്, വിഷ്ണു, ജാഫർ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ ഭവന സന്ദർശന ക്യാമ്പയിനിലാണ് ഇടതു പാർട്ടികൾ. ജനുവരി 15 ആരംഭിച്ച CPIയുടെ ഭവന സന്ദർശന ക്യാമ്പയിനും തുടരുകയാണ്. ചെർപ്പുളശ്ശേരിയിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം OK സീതലവിയുടെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ തിരിച്ചടി മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതു പാർട്ടികൾ ഭവന സന്ദർശനവുമായി ഇറങ്ങിയിട്ടുള്ളത്. ജനുവരി 15 ആരംഭിച്ച CPIയുടെ ഭവന സന്ദർശന ക്യാമ്പയിനും തുടരുകയാണ്. ജനുവരി 31 വരെയാണ് CPIയുടെ ഭവന സന്ദർശനം. CPI സംസ്ഥാന കൗൺസിൽ അംഗം OK സേതലവിയുടെ നേതൃത്വത്തിലാണ് ചെർപ്പശ്ശേരി നഗരസഭാ പരിധിയിൽ ഭവന സന്ദർശനം പുരോഗമിക്കുന്നത്. വീടുകളിൽ ചെന്ന് അവരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും വിമർശനങ്ങളും കേൾക്കുകയും സർക്കാരും പാർട്ടിയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയും അവർ പറയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇത് മേൽ കമ്മിറ്റികളിലും LDFിലും സർക്കാർ തലത്തിലും ചർച്ച ചെയ്യും. തുടർഭരണം ലക്ഷ്യമിടുന്ന LDF നിയമസഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടികളെ സജ്ജമാക്കുക കൂടിയാണ് ഈ ഭവന സന്ദർശനത്തിലൂടെ. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ആവശ്യമായ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തി LDFിനെ ആശയപരമായും സംഘടനാപരമായും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഭവന സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം OK സേതലവി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിൻ്റെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ എല്ലാ വീടുകളും സന്ദർശിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം. ആ തീരുമാനം എന്ന് പറയുന്നത് ഉചിതമായ സമയത്താണ് രണ്ട് പാർട്ടികളും CPIയും CPIMും ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ ജനങ്ങളോട് അങ്ങോട്ട് പറയുന്നതിന് പകരം ജനങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് കേൾക്കുക എന്നുള്ളതാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും നല്ല ഗുണകരമായ ഒരു കാര്യം. ആ തീരുമാനം അനുസരിച്ചിട്ടാണ് ജനങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോട് പൊതുപ്രവർത്തകരോടൊക്കെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാനും ആ കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനമായ CPIയുടെ നേതാക്കന്മാരെയും വിവിധ ഘടകങ്ങളെയും ഒക്കെ തന്നെ അറിയിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഗൃഹസന്ദർശന പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ അഭിപ്രായങ്ങളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ അനുസരിച്ച് തന്നെയാവും അടുത്ത നിയമസഭാ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റും ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും പ്രത്യേകമായി നഗരസഭ കേന്ദ്രീകരിച്ച്, പഞ്ചായത്ത് കേന്ദ്രീകരിച്ച്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യേണ്ടതുണ്ടോ, ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടതൊക്കെ തന്നെ ജനങ്ങൾ പറയുന്നുണ്ട്. അതിനനുസരിച്ച് ആ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ ബന്ധപ്പെട്ട ഘടകങ്ങൾ ചർച്ച ചെയ്യും. CPI ചെർപ്പശ്ശേരി ലോക്കൽ സെക്രട്ടറി KK സേതലവി, ബ്രാഞ്ച് സെക്രട്ടറിമാരായ റഫീഖ്, KK മുസ്തഫ, M മണികണ്ഠൻ എന്നിവരും ഭവന സന്ദർശനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ജനുവരി 23 രാത്രി 8 കൊടിയേറും. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ നെടുമ്പുള്ളി മനക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 30-നാണ് പ്രസിദ്ധമായ പൂരം. 26 ആനകൾ 6 വേലകളിലായി ഉത്സവത്തിന് അണിനിരക്കും.
എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികൾ, തോൽപ്പാവക്കൂത്ത്, കളംപാട്ട് എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് പി. രവീന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി എ. ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രകുമാർ, ഖജാൻജി പി. കുട്ടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 23-ന് വൈകിട്ട് 5:30 നവീകരിച്ച ഓഡിറ്റോറിയം റിട്ടയർഡ് പ്രൊഫസർ കെ. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പാട്ടുകാരി അഖില സതീഷ് വിശിഷ്ടാതിഥിയാകും. 7-ന് തായമ്പക, 8:10 ചിത്രപ്രദർശനം, സാംസ്കാരിക സദസ്സ്, ആദരായണം എന്നിവ നടക്കും. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം താലൂക്കിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ഒരു ഭഗവതി ക്ഷേത്രമാണ് പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രം. അവിടെ പ്രധാനമായി നടക്കുന്നത് പൂരമഹോത്സവമാണ്. മകരമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് കൊടിയേറ്റം നടത്തുന്നത്. തന്ത്രി നെടുമ്പള്ളി മനക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ താന്ത്രിക രത്നം ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റം നടത്തുന്നത്. 3ാമത്തെ വെള്ളിയാഴ്ച, മകരമാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ചയാണ് പൂരമഹോത്സവം നടക്കുന്നത്. 6 ദേശങ്ങളിലായി 26ഓളം ആനകൾ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. എല്ലാം ജനങ്ങളുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും താല്പര്യപ്രകാരം വളരെ നല്ല നിലയ്ക്കാണ് ഇപ്രാവശ്യം പൂരമഹോത്സവം കൊണ്ടാടുന്നത്. 24-ന് വൈകിട്ട് 7-ന് മെഗാ തിരുവാതിരക്കളി, ഭരതനാട്യം, കുച്ചിപ്പുടി. 25-ന് വൈകിട്ട് 7-ന് മില്ലേനിയം സ്റ്റാർ അവതരിപ്പിക്കുന്ന ഗാനമേള. 26-ന് വൈകിട്ട് 7-ന് ഭരതനാട്യം, 8:15 നൃത്തം. 27-ന് വൈകിട്ട് 7-ന് ഭക്തിഗാനസുധ, 8:15 നൃത്തം. 28-ന് വൈകിട്ട് 7-ന് മണ്ണാർക്കാട് വ്യാസന്റെ ഭക്തിപ്രഭാഷണം, 8:15 പളനി ആണ്ടവൻ ഡിജിറ്റൽ ബാലെ. 29-ന് വൈകിട്ട് 7-ന് റൈബൺ ആലപ്പുഴ അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടക്കും. ജനുവരി 25 വൈകുന്നേരം മില്ലേനിയം സ്റ്റാർ അവതരിപ്പിക്കുന്ന ഗംഭീര ഗാനമേള. 26-ന് കലാപരിപാടികളുണ്ട്. 27-ന് കലാപരിപാടി. 28-ാം തീയതി തിരുവനന്തപുരം കവടിയാർ സുരേഷിൻ്റെ ഡിജിറ്റൽ ബാലയാണ്. 29-ന് വലിയാറാട്ട് ദിവസം ആദ്യം ഗാനമേള റൈബൻ ആലപ്പുഴ അവതരിപ്പിക്കുന്ന ഗാനമേള. അതിനുശേഷം 10ഓളം ഇണക്കാളകളുടെ വരവും. പൂരം ദിവസം രാവിലെ കലാമണ്ഡലം വിഷ്ണു അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ. വൈകിട്ട് വൈവിധ്യമാർന്ന വേഷങ്ങളും ആഘോഷവും കൂടി പൂതൻ വാദ്യകലാരൂപങ്ങളോട് പുറമെ 26ഓളം ആനകളെ അണിനിർത്തിക്കൊണ്ട് വേല എഴുന്നള്ളിപ്പ്. 6 ദേശങ്ങളിലേക്ക് വേല എഴുന്നള്ളിപ്പ്. 30-ന് പൂരം ദിവസം രാവിലെ 7:30 കലാമണ്ഡലം വിഷ്ണു അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ. വൈകിട്ട് 4-ന് ക്ഷേത്രമുറ്റത്ത് പാന എന്നിവ നടക്കും. 5 മണിയോടെ വേലകളെത്തും. തുടർന്ന് വേലയിറക്കം, കേളി, പറ്റ്, കൊമ്പ്, കമ്പം കത്തിക്കൽ, സമൂഹക്കളം എന്നിവ ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ചാമ്പ്യന്മാരായി. സമാപന ചടങ്ങിൽ വർണ്ണാഭമായ കലാവിരുന്നാണ് ഒരുക്കിയത്. സ്പോർട്സ് കമാൻഡേറ്റർ ഷൈജു ദാമോദരൻ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകർന്നു.
പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്നാമത് പ്രീമിയർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ കാണികൾക്കായി ഗംഭീരമായ കലാകായിക പ്രകടനങ്ങളാണ് സംഘാടകർ ഒരുക്കിയത്. പ്രശസ്ത സ്പോർട്സ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ സ്റ്റേഡിയത്തിലും മൈതാനത്തിന് ചുറ്റിലും തിങ്ങി നിറഞ്ഞ കാൽപന്തുകളി സ്നേഹികളിൽ ആവേശം പടർത്തി. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മലപ്പുറം സെന്റ് ജമാസ് സ്കൂൾ ബാൻഡ് സംഘത്തിന്റെ ബാൻഡ് മേളവും പെരിന്തൽമണ്ണ ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ സൂംബ ഡാൻസും ഫുട്ബോൾ മാന്ത്രിക പ്രകടനങ്ങളും വർണ്ണം വിതറിയ ആകാശവിസ്മയങ്ങളും കാണികൾക്ക് ഹരം പകർന്നു. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രീമിയർ ക്ലബ് പ്രസിഡന്റ് U അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം V രമേശൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, മുൻ ചെയർപേഴ്സൺ P ഷാജി, AK മുസ്തഫ, ക്ലബ് സെക്രട്ടറി CH റിയാസ്, ട്രഷറർ പച്ചേരി ജലാൽ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഹക്കീം മാടശ്ശേരി, കൺവീനർ കീഴിശ്ശേരി ഇസ്മായിൽ, ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർ ABC ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് MD ഫൈസൽ നാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും ആവേശകരമായ കലാശ പോരാട്ടത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അൽമദീന ചെറുപ്പുളശ്ശേരിയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായി. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം 2 തവണ ചെറുപ്പുളശ്ശേരിയുടെ വലകുലുക്കി. കളി സമാപിച്ചപ്പോൾ 1-3 ഗോളുകൾക്ക് വിജയിച്ചാണ് സൂപ്പർ സ്റ്റുഡിയോ താരങ്ങൾ കളം വിട്ടത്. വിജയികൾക്ക് കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചർക്കയുടെ നേതൃത്വത്തിൽ 25 ഇലക്ട്രിക് വീൽ ചെയറുകളുടെ വിതരണം ഈ മാസം 24-ന് പട്ടാമ്പിയിൽ നടക്കുമെന്ന് ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വിതരണോദ്ഘാടനം നിർവഹിക്കും. കലാ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ ചർക്കയുടെ നേതൃത്വത്തിലാണ് അംഗപരിമിതർക്കായി 25 ഇലക്ട്രിക് വീൽ ചെയർ വിതരണം ചെയ്യുന്നത്. 24-ന് ശനിയാഴ്ച വൈകുന്നേരം 6:30-ന് കൽപ്പക ജംഗ്ഷനിൽ നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വിതരണോദ്ഘാടനം നിർവഹിക്കും. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, VK ശ്രീകണ്ഠൻ MP, നജീബ് കാന്തപുരം MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നും റിയാസ് മുക്കോളി പറഞ്ഞു. 105 ഇലക്ട്രിക് വീൽ ചെയറുകൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. 72 വീൽ ചെയറുകളും അർഹർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ചർക്ക മുന്നോട്ടു പോകുമെന്നും ചെയർമാൻ റിയാസ് മുക്കോളി സൂചിപ്പിച്ചു. പട്ടാമ്പി കൽപ്പകയിൽ വെച്ച് 25 പേർക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ സമ്മാനിക്കുകയാണ്. അതുപോലെ തന്നെ 25 നോർമൽ വീൽ ചെയറും അവിടെ വെച്ച് നൽകുന്നുണ്ട്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഈ ചടങ്ങിൽ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരവും അതുപോലെ തന്നെ മികച്ച ഗായകനായിട്ടുള്ള ശ്രീ സജീർ കൊപ്പവും അതുപോലെ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാം, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ CP മുഹമ്മദ് XMLA, DCC പ്രസിഡന്റ് ശ്രീ A തങ്കപ്പൻ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് UDF ചെയർമാനുമായിട്ടുള്ള ശ്രീ പരക്കാർ മൗലവി മാരായമംഗലം, അതുപോലെ പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ TP ഷാജി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളൊക്കെ പങ്കെടുക്കും.
ഈ ഒരു ചടങ്ങ് 25 ഇലക്ട്രിക്കൽ വീൽചെയർ സമ്മാനിക്കുക എന്നോടൊപ്പം തന്നെ ചർക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പരിപാടിയുടെ ഒരു വേദി കൂടിയാണ്. നിരവധി കലാകാരന്മാരുടെ ഒരു സാംസ്കാരിക സമ്മേളനവും കലാപ്രകടനങ്ങളും ഒക്കെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നടക്കും. AI ക്യാമറകൾ വന്നതോടെ നോക്കുകുത്തിയായി വാഹന വേഗത നിരീക്ഷണ ക്യാമറകൾ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ താഴേക്കോട് അമ്മിനിക്കാട് നാട്ടുകൽ 55-ാം മൈൽ എന്നിവിടങ്ങളിലുള്ള വാഹന വേഗത നിരീക്ഷണ ക്യാമറകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായി. AI ക്യാമറകൾ പോലെ ഇൻ്റലിജൻ്റ് അല്ലെങ്കിലും അമിത വേഗത നിയന്ത്രിക്കാനും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും ഈ ക്യാമറകൾ സഹായിച്ചിരുന്നു. സാങ്കേതികവിദ്യകൾ മാറി വന്നതോടെ ഇന്ന് ഇവ വിശ്രമത്തിലാണ്. ഈ ക്യാമറകളെ പേടിച്ച് മെല്ലെ പോയിരുന്നൊരു കാലഘട്ടം ആളുകൾക്കുണ്ടായിരുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അമ്മിനിക്കാട് 55-ാം മൈൽ എന്നിവിടങ്ങളിലുണ്ടായിരുന്ന ക്യാമറകൾ ദേശീയപാത വികസനം വന്നതോടെയും വാഹനങ്ങൾ ഇടിച്ചും നശിച്ചു. ക്യാമറകൾ കണ്ണടച്ചതോടെ ഇതിന് ചുവട്ടിലൂടെ ഇപ്പോൾ വാഹനങ്ങളുടെ മരണപ്പാച്ചിലാണ്. അതിനനുസരിച്ചുള്ള അപകടങ്ങളും പാതയിൽ ദിവസവും എന്ന പോലെ നടക്കുന്നുണ്ട്. അമ്മിനിക്കാട് ഭാഗത്തെ ക്യാമറകൾ നിലത്ത് വീഴാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ 55-ാം മൈലിലെ ക്യാമറകൾ മണ്ണിനടിയിലായി തുടങ്ങി. ചെറുപ്പശ്ശേരി ഐഡിയൽ കോളേജിലെ ജനപ്രതിനിധി സംഗമവും കോംഫിയസ്റ്റ 2026 മാനേജ്മെന്റ് ഫസ്റ്റും ജനുവരി 22, 23, 24 തീയതികളിലായി നടക്കും. പരിപാടിക്ക് ആകർഷണമേകാൻ ഹനാൻ ഷാ ആൻഡ് ടീമിന്റെ മ്യൂസിക്കൽ ഫെസ്റ്റും ഉണ്ടാവുമെന്നും കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അക്കാദമിക് മികവിനൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കും പ്രാധാന്യം നൽകുന്ന ചെറുപ്പശ്ശേരി ഐഡിയൽ കോളേജ് ജനുവരി 22 രാവിലെ 9:30 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ക്യാമ്പസിൽ വച്ച് ആദരിക്കുന്നത്. ചെറുപ്പശ്ശേരി നഗരസഭയിലെയും സമീപത്തെ പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾക്കാണ് സ്വീകരണവും ആദരവും ഒരുക്കിയിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ഗ്രാമീണ യുവജനങ്ങൾക്കുള്ള നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. 22-ാം തീയതി നാളെ വ്യാഴാഴ്ച നമ്മൾ ക്യാമ്പസിൽ വെച്ച് ഒരു ജനപ്രതിനിധി സംഗമം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമ്മുടെ പരിസര പ്രദേശത്തെ 13ഓളം പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അവരെ വിളിച്ചു ചേർത്തിട്ടുള്ള അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പശ്ശേരി നഗരസഭയിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സംഗമമാണ് നാളെ രാവിലെ 9:30 മുതൽ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത്. അതിനെ തുടർന്ന് അവർക്കുള്ള വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസ്സുകളും ഇതോടനുബന്ധിച്ച് അവർക്കായി നടത്തപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 23, 24 തീയതികളിൽ കോളേജിൽ വെച്ച് വെള്ളി, ശനി ദിവസങ്ങളിലായിട്ട് വിവിധ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ച നമ്മൾ ഇൻ്റർ കോളേജിയറ്റ് ഫെസ്റ്റ് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള പങ്കെടുക്കാൻ താല്പര്യമുള്ള ഏത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് നാം ഈ ഇൻ്റർ കോളേജിയറ്റ് ഫെസ്റ്റ് നാം ക്രമീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും നേതൃപാടവവും പ്രകടിപ്പിക്കുന്നതിനായി മെഗാ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് കോംഫിയസ്റ്റ 2K26 വൈവിധ്യമാർന്ന മത്സര പരിപാടികളോടെ 23, 24 തീയതികളിലായി നടക്കും. വിവിധ സ്കൂളുകളിലെ SSLC, +1, +2 വിദ്യാർത്ഥികളെയും വിവിധ കോളേജുകളിൽ നിന്നുള്ള ഡിഗ്രി വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സമാപനത്തോടനുബന്ധിച്ച് ജനുവരി 24 വൈകിട്ട് 4 മണി മുതൽ പ്രശസ്ത ഗായകൻ ഹനാൻ ഷാ ആൻഡ് ടീമിൻ്റെ മെഗാ മ്യൂസിക് ഫെസ്റ്റിവലും അരങ്ങേറും. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24-ാം തീയതി ശനിയാഴ്ച നമ്മൾ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള 10ാം ക്ലാസ്, +1, +2 ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒരു ഇൻ്റർ സ്കൂൾ ഫെസ്റ്റും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് വ്യത്യസ്ത സ്കൂൾ കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം വൈകിട്ട് 3:30, 4 മണിയോടുകൂടെ നമ്മൾ ഒരു മ്യൂസിക് ഈവൻറ്റ്, മെഗാ മ്യൂസിക് ഈവൻറ്റ് നടത്തുകയാണ്. ഹനാൻ ഷാ പ്രമുഖ ഗായകൻ അദ്ദേഹം പങ്കെടുക്കുന്ന മ്യൂസിക് ഫെസ്റ്റാണ് നമ്മൾ വൈകിട്ട് നടത്തുന്നത്. അതോടുകൂടെ പരിപാടി സമാപിക്കുന്ന രീതിയിലാണ് നാം ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും പരിപാടികൾ 23, 24 തീയതികളിൽ നമ്മൾ നടത്തുന്നത്. അതിൽ ബെസ്റ്റ് മാനേജർ, മാർക്കറ്റിംഗ് ഗെയിം, ട്രഷർ ഹണ്ട്, ചെസ്സ്, സ്പോർട്ട് ഡാൻസ്, റാമ്പ് വാക്ക്, ബിസിനസ് ക്വിസ്, ഡിബേറ്റ്, ബിസിനസ് വാക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഈ ദിവസങ്ങളിലായിട്ട്
ക്യാമ്പസിൽ വെച്ച് നടക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ കെ, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് പി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ഹെഡ് സ്നേഹ എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ രാജ്, റഹീസ് കെ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. PMKSY പദ്ധതി പ്രകാരം നീർത്തടാധിഷ്ഠിത പദ്ധതികൾ ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിച്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് ജൻഭാഗീദാരി പുരസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ പുരസ്കാരം ഏറ്റുവാങ്ങി. PMKSY പദ്ധതി പ്രകാരം വിവിധ നീർത്തടാധിഷ്ഠിത പദ്ധതികൾ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പൂർത്തീകരിച്ചതിനാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ജൻഭാഗീദാരി പുരസ്കാരം ലഭിച്ചത്. 20 ലക്ഷം രൂപയും ഫലകവുമാണ് അവാർഡ്. തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ പുരസ്കാരം ഏറ്റുവാങ്ങി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രബീന ഹബീബ്, സഫിയ, മുബഷിറ, ലിജിത്ത് എന്നിവരും പങ്കെടുത്തു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ഘടകം 2.0 പദ്ധതിയുടെ ഭാഗമായി നടന്ന സംസ്ഥാനതല നീർത്തട മഹോത്സവത്തിൽ വെച്ചാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനൊപ്പം നേമം ബ്ലോക്ക് പഞ്ചായത്തും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും പുരസ്കാരത്തിന് അർഹരായി. കുഞ്ഞു മനസ്സുകളുടെ വലിയ കരുതൽ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് കൈത്താങ്ങായി. അൽഫിത്ര പ്രീ സ്കൂൾ ടീം സ്കൂളിൽ നടപ്പാക്കുന്ന കോയിൻ ഹെൽപ്പ് പദ്ധതിയിലൂടെ സമാഹരിച്ച തുകയാണ് ക്ലിനിക്കിലേക്ക് നൽകിയത്. എടത്തനാട്ടുകര വിദ്യാപുരം അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി നടത്തിവരുന്ന കോയിൻ ഹെൽപ്പ് പദ്ധതിയിലൂടെ സമാഹരിച്ച തുകയാണ് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് എടത്തനാട്ടുകര പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ വിഭവ സമാഹരണത്തിലേക്ക് നൽകിയത്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ AM മുഹമ്മദ് സക്കീർ, PTA പ്രസിഡന്റ് KP മുഹമ്മദ്, പ്രിൻസിപ്പൽ P റൗസീന, K സഫിയ, P റൈഹാനത്ത്, C നഷീദ, C സൽവ, KT ബസീല തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വ്യാഴാഴ്ചകളിലും നാണയത്തുട്ടുകൾ കുട്ടികൾ കോയിൻ ബോക്സിൽ നിക്ഷേപിക്കും. ശേഷം അധ്യയന വർഷാവസാനം പഠനോപകരണങ്ങൾ, കുടകൾ, ഭക്ഷണ കിറ്റുകൾ എന്നിവ വാങ്ങി അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാനാണ് തുക ഉപയോഗപ്പെടുത്താറ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. നിങ്ങളുടെ കുരുന്നുകളുടെ ആരോഗ്യം ഇനി കൂടുതൽ സുരക്ഷിതം. കുട്ടികൾക്കുള്ള വിദഗ്ധ ചികിത്സ ഇനി ചെറുപ്പശ്ശേരി മജീസ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാകും. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മികവുറ്റ പരിചരണമാണ് മജീസ് മെഡിക്കൽ സെന്റർ നൽകുന്നത്. ചെറുപ്പുളശ്ശേരിയുടെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ മികവേകി എലിയപ്പറ്റയിൽ ആരംഭിച്ച മജീസ് മെഡിക്കൽ സെന്ററിലാണ് പീഡിയാട്രിക് വിഭാഗം മികവുറ്റ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന വയറിളക്ക രോഗങ്ങൾ, ശ്വാസതടസ്സം, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, വൈറൽ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് വിദഗ്ധ ചികിത്സ മജീസ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ്. കൂടാതെ കുട്ടികളിൽ ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥകളായ ശ്വാസമുട്ടൽ, പെട്ടെന്നുള്ള ജ്വരവാതം, നവജാത ശിശുക്കളിലെ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ എമർജൻസി പരിചരണ സേവനങ്ങളും മജീസ് മെഡിക്കൽ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പീഡിയാട്രിക് ഡോക്ടറുടെയും ENT കൺസൾട്ടന്റിന്റെയും സേവനം ലഭ്യമാണ്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലബോറട്ടറി, ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർമാർ, ഫാർമസി എന്നിവ മജീസ് മെഡിക്കൽ സെന്ററിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും മജീസ് മെഡിക്കൽ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ എമിൽ ജോയ് ആണ് മജീസ് മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രിക് വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ ആശങ്കയുണ്ടോ? നെല്ലായിലെ ദുബായ് ഗോൾഡ് പാലസിൽ വന്നാൽ വെറും 2.5% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. റിനോവേഷന്റെ ഭാഗമായി മറ്റനേകം ആകർഷകമായ ഓഫറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് 25 വർഷമായി പ്രവർത്തിക്കുന്ന ദുബായ് ഗോൾഡ് പാലസിന്റെ നെല്ലായ ഷോറൂമിന്റെ റിനോവേഷന്റെ ഭാഗമായാണ് വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത്. ജനുവരി 22 മുതൽ ഫെബ്രുവരി 5 വരെ നടക്കുന്ന ഓഫറുകളുടെ ഭാഗമായി വെറും 2.5% പണിക്കൂലിയിലാണ് 1 ഗ്രാം മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നത്. ദുബായ് ഗോൾഡ് പാലസിന്റെ സ്വർണ്ണ നിക്ഷേപം പദ്ധതിയിലൂടെ വെറും 500 രൂപ നിക്ഷേപിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ദുബായ് ഗോൾഡ് പാലസ് ഒരുക്കുന്നു.
ഓഫർ കാലയളവിൽ ബുക്ക് ചെയ്യുന്ന കല്യാണ പാർട്ടികൾക്ക് ഏതു മോഡലുകളിലുള്ള ആഭരണങ്ങളും വെറും 3% പണിക്കൂലിയിലും സ്വന്തമാക്കാം. റിനോവേഷന്റെ ഭാഗമായി ഏറ്റവും പുതിയ മോഡലുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ദുബായ് ഗോൾഡ് പാലസിൽ ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡിംഗ് കളക്ഷനും ലൈറ്റ് വെയ്റ്റ് സിൽവർ ആഭരണങ്ങളുടെ കളക്ഷനും ദുബായ് ഗോൾഡ് പാലസിൽ ലഭ്യമാണ്. 50,000 രൂപ മുതൽ മഹർ, താലി സെറ്റുകളുടെ കളക്ഷനും ദുബായ് ഗോൾഡ് പാലസിൽ ഒരുക്കിയിട്ടുണ്ട്. അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയിൽ നിന്ന് രക്ഷ നേടാൻ വെറും 10% നിരക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. നെല്ലായ ദുബായ് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 വർഷമായി. അപ്പോൾ അതിൻ്റെ റിനോവേഷൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഏകദേശം ഒരു 2% പണിക്കൂലി നമ്മൾ ആഭരണങ്ങൾ 1 ഗ്രാം മുതലുള്ള ആഭരണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഓഫർ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വല്ലപ്പോഴും ദുബായ് ഗോൾഡ് നെല്ലായ ദുബായ് ഗോൾഡ് ഏകദേശം 25 വർഷത്തോളം പാരമ്പര്യമുണ്ട് നമുക്ക്. ഈ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. കസ്റ്റമേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട്. പിന്നെ ഈ കാലയളവിൽ നമ്മൾ കാതുകുത്ത് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. ഓഫർ വരുന്നത് നമുക്ക് ജനുവരി 22 മുതൽ ഫെബ്രുവരി 5 വരെയാണ്. ഇത്ര കാലം ഉണ്ടായിരുന്ന സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷ കൊള്ളുന്നു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാം പുറമെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഓഫർ കാലയളവിൽ സൗജന്യമായി കാതുകുത്താനുള്ള സൗകര്യവും ദുബായ് ഗോൾഡ് പാലസിൽ ഒരുക്കിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ. തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന പാവങ്ങൾക്ക് സ്നേഹപ്പുതപ്പുമായി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ തൂത. വിവിധ ജില്ലകളിലെ നഗരങ്ങളിലെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന 1000-ലധികം പേർക്ക് നാസർ തൂത പുതപ്പുകൾ സമ്മാനിച്ചിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കടത്തിണ്ണകളിലും മറ്റും കിടന്നുറങ്ങുന്ന പാവങ്ങളെയാണ് നാസർ തൂത പുതപ്പ് നൽകി സഹായിക്കുന്നത്. നിരവധി ജില്ലകളിലെ നിരവധി നഗരങ്ങളിൽ അന്തിയുറങ്ങുന്ന നിരാലംബർക്ക് പുതപ്പുമായി നാസറും സംഘവും എത്തി. സുമനസുകളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നാസർ തൂത പറഞ്ഞു. ആരോരുമില്ലാത്ത തെരുവിൽ അലഞ്ഞു നടക്കുന്നവരുടെ ജട പിടിച്ച താടിയും മുടിയും നീക്കം ചെയ്തും കുളിപ്പിച്ച് വൃത്തിയാക്കിയും നല്ല വസ്ത്രം ധരിപ്പിക്കും. പോലീസിന്റെ സഹായത്തോടെ അവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നാസർ തൂത ചെയ്ത ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. നാസർ തൂതയുടെ ഡ്രസ് ബാങ്ക് വഴി കേരളത്തിനകത്തും പുറത്തും 1200-ലധികം നിർധന സഹോദരിമാരുടെ വിവാഹത്തിന് സൗജന്യമായി വസ്ത്രങ്ങൾ നൽകാറുണ്ട്. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. കടമ്പഴിപ്പുറം ആയിരമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വാർഷിക മഹോത്സവവും സപ്താഹയജ്ഞവും ആരംഭിച്ചു. വിവിധ കലാപരിപാടികളും അനുബന്ധിച്ച് അരങ്ങേറുന്നുണ്ട്. 20 വൈകുന്നേരം അരങ്ങത്ത് അയ്യപ്പക്ഷേത്രം ഭജന സമിതി അവതരിപ്പിച്ച സാമ്പ്രദായ ഭജന അരങ്ങേറി. ജനുവരി 28 ബുധനാഴ്ച ഉത്സവവും യജ്ഞവും സമാപിക്കും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. കാട്ടുകുളം പരിയാരംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടന്നത്. രാവിലെ ഗണപതി ഹോമം, നാഗപൂജ, ഗുരുതി പൂജ, നവകം പഞ്ചഗവ്യം എന്നിവയും 8 മണിക്ക് പൊങ്കാലയും നടന്നു. പൊങ്കാലയ്ക്ക് ശേഷം പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു.
പ്രധാന വാർത്തകൾ വീണ്ടും. ആലിപ്പറമ്പ് കാമ്പ്രം പള്ളിക്കുന്നിൽ വാഹനാപകടം. എതിരെ വന്ന ബൈക്കുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വെള്ളിനഴി സ്വദേശി പ്രകാശനാണ് മരിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന 2 സ്ത്രീകൾക്ക് പരിക്ക്. കൊപ്പം കരിങ്ങനാട് നിയന്ത്രണം വിട്ട കാർ ബസ്സിന് പിറകിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിന്റെ സ്ഥാനാർത്ഥിത്വം. ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം OK ശ്രീധരൻ. സേവ് CPI ജില്ലയിൽ അടഞ്ഞ അധ്യായം. ചെറുപ്പശ്ശേരിയിൽ മകരച്ചൊവ്വ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സംഘർഷം. യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പന്നിയംകുറിശി സ്വദേശികളാണ് അറസ്റ്റിലായത്. ശ്രീകൃഷ്ണപുരം മലമ്പലിമംഗലത്ത് പുലിയെ കണ്ടെന്ന അഭ്യൂഹം. വനംവകുപ്പും പോലീസും സ്ഥലത്ത് തിരച്ചിൽ നടത്തി. കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കത്തക്ക യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് വനംവകുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ LDF. നേതാക്കളുടെ ഭവന സന്ദർശനം തുടരുന്നു. CPIയും CPMും വെവ്വേറെയാണ് ഭവന സന്ദർശനം നടത്തുന്നത്. വിമർശനങ്ങളെ അനുഭാവത്തോടെ കേട്ട നേതാക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.